നമസ്കാരം. വെനസ്വേലയെ ചുറ്റിപ്പറ്റിയ രൂപം കൊള്ളുന്ന പുതിയ ഭൂമിശാസ്ത്ര രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ ലോക ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. കാർട്ടൽ ഡെ ലോസ് സൊലെസ് എന്ന ക്രിമിനൽ ശൃംഖലയെ തന്നെ രാഷ്ട്രത്തിന്റെ ഉയർന്ന അധികാര കേന്ദ്രം നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ട്രംപ് നേരിട്ട് വെനസ്വേലയുടെ എയർ സ്പേസ് അടച്ചതായി പ്രഖ്യാപിച്ചതും ട്രംപ് ഭരണ പരമ്പരാഗതമായി കരീബിയൻ രാജ്യത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതും സാഹചര്യം അത്യന്തം പുകഞ്ഞ നിലയിലേക്കാണ് നീക്കുന്നത്. സൈനിക വിന്യാസങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത് സാധാരണ തർക്കമല്ല, യുദ്ധം എന്ന സൂചനയേക്കാൾ കുറവൊന്നുമല്ല ഇവിടെ കാണുന്നത്. ലോകശാന്തിയെയും മേഖലാ സ്ഥിരതയെയും ഭീഷണിപ്പെടുത്തുന്ന ഈ സംഭവ വികാസങ്ങൾ മുന്നറിയിപ്പുകളെക്കാൾ വലിയ പ്രമേയമായി ആഗോളവേദിയിൽ ഉയർന്നിരിക്കുകയാണ്. വെനസ്വേലയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. കരീബിയൻ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചതായി പ്രഖ്യാപിച്ച ട്രംപ് സൈനിക നീക്കങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനിക ഉദ്യോഗസ്ഥരും മേഖലയിൽ നിലയുറപ്പിച്ചതോടെ വലിയൊരു സൈനിക നടപടിക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചുവെന്ന ആശങ്ക ശക്തമായി. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രഖ്യാപനം വന്നത്. എയർലൈനുകൾ, പൈലറ്റുമാർ, മയക്കുമരുന്നു കടത്തുകാർ, മനുഷ്യക്കടത്തുകാർ എന്നിവർ വെനസ്വേലൻ വ്യോമാതിർത്തിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യുദ്ധക്കപ്പലുകളും സൈനിക വിമാനങ്ങളും ഉൾപ്പെടെയുള്ള സൈനിക വിന്യാസം വെനസ്വേലൻ അതിർത്തിക്ക് സമീപം തുടരുകയാണ്. തെക്കേ അമേരിക്കൻ രാജ്യത്ത് നിന്ന് 500 മൈലുകൾക്കപ്പുറമുള്ള പ്യൂർട്ടോറിക്കോയിൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ട്രംപിന്റെ സൈനിക ഉപദേഷ്ടാവ് ജനറൽ ഡാൻ കെയ്ൻ ഈ മേഖല സന്ദർശിച്ചത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. തങ്ങളുടെ ഓപ്പറേഷൻ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് US ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ കാർട്ടൽ ഡെ ലോസ് സോളസ് എന്ന ക്രിമിനൽ ശൃംഖലയെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ട്രംപ് ഭരണകൂടം ശക്തമായി ആരോപിക്കുന്നു. ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ മഡുറോയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നത് വ്യക്തമാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് നിക്കോളാസ് മഡുറോയുമായി ട്രംപ് ചർച്ച നടത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്ത ഈ സംഭാഷണത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയും മുന്നോട്ട് വെച്ചു. എന്നാൽ നിലവിൽ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വ്യക്തമായ പദ്ധതികളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ നിർണായക ഘട്ടത്തിൽ ട്രംപിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ എത്രത്തോളം വിജയകരമാകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മഡുറോ ഭരണകൂടത്തിനെതിരായ കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നത് മേഖലയിൽ അപ്രതീക്ഷിത സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് വ്യോമമേഖല അടച്ചതായി കണക്കാക്കാൻ രാജ്യാന്തര വിമാന കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടത്. സാധാരണ നിലയിൽ അതത് രാജ്യം തന്നെയാണ് വ്യോമമേഖല അടച്ചതായി പ്രഖ്യാപിക്കുക. വെനസ്വേലൻ വ്യോമാതിർത്തി ഒഴിവാക്കാൻ വിമാന കമ്പനികൾ, പൈലറ്റുമാർ എന്നിവർക്കായി ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുകയായിരുന്നു. ദയവായി വെനസ്വേലയ്ക്ക് മുകളിലുള്ളതും ചുറ്റുമുള്ളതുമായ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നത് പരിഗണിക്കുക എന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഭരണകൂടം ശക്തമാക്കുന്നതിനിടെയാണ് വ്യോമപാത അടച്ചുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശത്തെ വെനസ്വേലയുടെ വിദേശകാര്യ മന്ത്രി അപലപിച്ചു. നീക്കം കൊളോണിയലിസ്റ്റ് ഭീഷണിയാണെന്നും വെനസ്വേലയിലെ ജനങ്ങൾക്കെതിരായ അതിരുകടന്നതും നിയമവിരുദ്ധവുമായ ആക്രമണത്തെ നീതീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വെനസ്വേലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് അപകടകരമാണ് എന്ന് കഴിഞ്ഞയാഴ്ച അമേരിക്കൻ വിമാന കമ്പനികൾക്ക് ട്രംപ് ഭരണകൂടം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് സർവീസ് നിർത്തിയ 6 പ്രമുഖ അമേരിക്കൻ വിമാന കമ്പനികളുടെ അംഗീകാരം വെനസ്വേല പിൻവലിക്കുകയും ചെയ്തു. വെനസ്വേല സർക്കാരിന്റെ പിന്തുണയോടെയാണ് US-ലേക്ക് ലഹരിക്കടത്ത് എന്നാണ് ട്രംപിന്റെ ആരോപണം. ഇത് വെനസ്വേല നിഷേധിച്ചിരുന്നു. 2019 മുതൽ വെനസ്വേലയിലേക്കുള്ള US കാർഗോ വിമാനങ്ങളുടെ സഞ്ചാരം നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ വെനസ്വേല ഉൾപ്പെടെയുള്ള മുഴുവൻ ലാറ്റിൻ അമേരിക്കയുടെ ഭാവി നിർണ്ണയിക്കുന്ന വഴിത്തിരിവാണ്. ക്രിമിനൽ ശൃംഖലകളും രാഷ്ട്രാധികാരവും തമ്മിലുള്ള ചേരിതിരിവ്, അതിനെതിരായ അമേരിക്കൻ പ്രതികരണങ്ങൾ, സൈനിക നീക്കങ്ങൾ ഇവയെല്ലാം ചേർന്നൊരു വലിയ അന്താരാഷ്ട്ര തർക്കത്തിന് ഇവിടെ വിത്തിടുകയാണ്. നിമിഷ നേരം കൊണ്ട് യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ഈ കടുത്ത ധ്രുവീകരണം ഗ്ലോബൽ രാഷ്ട്രീയത്തെ വലിയ പരീക്ഷണത്തിലാക്കും. ഏത് പക്ഷവും ഒരു ചെറിയ പിഴവ് ചെയ്താലും അതിന്റെ പ്രതിഫലനം ഒരു വലിയ യുദ്ധമാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുകയും മനുഷ്യജീവിതം ശാന്തിയും സംരക്ഷിക്കുന്ന പരിഹാരം തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ലോകം കാത്തിരിക്കുന്നത് ഇനി ഇതൊരു യുദ്ധത്തിലേക്കോ സമാധാനത്തിലേക്കോ ഏതിലേക്ക് വഴിമാറുമെന്നുള്ള നിർണായക തീരുമാനം അറിയുന്നതിന് വേണ്ടിയാണ്.